നെടുമ്പാശ്ശേരിയിൽ കൊല്ലപ്പെട്ട ഐവിൻ ജിജോയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. തലക്കേറ്റ പരുക്കാണ് ഐവിന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. തല മതിലോ മറ്റോ ഇടിച്ചതായാണ് സംശയം. ഐവിൻ ജിജോയുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, നമുക്കറിയാം എത്രയോ നിസ്സാരമായ ഒരു കാര്യത്തിന്റെ പേരിലാണ്, ഒരു ഓവർടേക്കിങ്ങിനെ ചൊല്ലിയാണ് ഇത്തരത്തിൽ 2 CSF ഉദ്യോഗസ്ഥർ ഐവിൻ ജിജോയെ കൊലപ്പെടുത്തുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്? പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് തലയിൽ ഏറ്റിരിക്കുന്ന പരിക്ക് കൊണ്ടാണ് ഐവിനെ മരണത്തിലേക്ക് നയിച്ച കാരണം. അതാണ് തല മതിലിലും മറ്റും ഇടിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കാരണം ഐവിനെ 1.5 കിലോമീറ്റർ ദൂരത്തോളം ഇവര് ബോണറ്റിലിരുത്തി കൊണ്ടുവരികയും സഡൻ ബ്രേക്ക് ഇട്ടിട്ട് വീണ്ടും ഐവിന്റെ ശരീരത്തിലൂടെ വണ്ടി കയറ്റി ഇറക്കുകയും പിന്നീട് വലിച്ചിഴിച്ചു കൊണ്ടുപോവുകയും ചെയ്തിട്ട് ആ ഒരു സമയത്ത് എപ്പോഴോ ഉണ്ടായ ബുദ്ധിമുട്ടായിരിക്കാം. എന്തായാലും അത് മാത്രം അത് പ്രധാനപ്പെട്ട, അതായത് മരണകാരണമായിട്ട് കണക്കാക്കുന്നതാണ്. എന്നിരുന്നാലും ഐവിനെ ആ ഒരു അവസ്ഥയിൽ, അതായത് പരിക്കേറ്റ അവസ്ഥയിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും പറ്റാത്ത തരത്തിൽ അതിന്റെ ശാരീരിക അവയവങ്ങൾ തകർന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല വണ്ടി കയറി ഇറങ്ങി ഒരു വശം മുഴുവൻ ചതഞ്ഞറിഞ്ഞു പോയിരുന്നു. അതായത് ആംബുലൻസ് അല്ലാതെ മറ്റു വാഹനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെയാണ്. എന്നാൽ അതിനും അത്രയും സമയം കൂടി വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ കൂടി ഇന്നലെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ആര്യ സൂചിപ്പിച്ചതുപോലെ നിസ്സാരമായ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ്, അതായത് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ്. തർക്കത്തെ തുടർന്ന് ഐവിന്റെ വാഹനത്തിൽ ഈ CSF ഉദ്യോഗസ്ഥരുടെ വാഹനം ഉരസിയെ തുടർന്നുണ്ടായ തർക്കമാണ്. അപ്പോൾ പോലീസിനെ വിളിക്കാൻ പറയുന്ന ഐവിൻ വാഹനത്തിന്റെ മുന്നിൽ കയറി നിൽക്കുകയോ പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ വണ്ടിയെടുത്ത് ഐവിനെ ബോണറ്റിൽ ഐവിൻ ശരിക്കും ബോണറ്റിൽ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ചു കിടക്കുകയായിരുന്നു. ഐവിന്റെ ഫോണൊക്കെ ഈ വൈപ്പറിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഐവിൻ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ആ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം കൂടുതൽ വ്യക്തത വരുമെന്നാണ് കഴിഞ്ഞ ദിവസം റൂറൽ SP ഹേമലത വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഐവിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കുന്നത് 2 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ. അതേസമയം ഈ 2 CSF ഉദ്യോഗസ്ഥരെ അവർ അറസ്റ്റിലായിട്ടുണ്ട്. അതുപോലെ ഇവരെ CSF തന്നെ അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.